കൊള്ളായിരുന്നു, നല്ല പടമായിരുന്നു, എൻജോയ് ചെയ്യണം, മസ്റ്റ് തിയേറ്ററിൽ വാച്ച് പടമായിരുന്നു. എങ്ങനെയുണ്ട് 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ? 3D എനിക്ക് ചെറിയ പേടി ഉണ്ടായിരുന്നു, ഏരിയസ് പക്ഷേ 3D ചെറിയ സീൻ ഉണ്ടായിരുന്നു, പക്ഷെ നല്ല സീൻ, നല്ല വിഷ്വലി ഇതായിട്ട് നല്ല വുൾവറീനൊക്കെ നൈസായിരുന്നു. ഇതിലിപ്പോ വുൾവറീനാണോ ഡെഡ്പൂൾ ആണോ കിടിലം? കണ്ടു നോക്ക്, രണ്ടുപേരും ഉണ്ട്. കിടിലം പടം, ഒരു രക്ഷയില്ല, തിയേറ്റർ മസ്റ്റ് വാച്ചിങ് പടം. എല്ലാ സിങ്കാണ്, ഇത് ലാഗ് അങ്ങനെയൊന്നുമില്ല, സ്മൂത്തിലാണ് പോയിരിക്കുന്നത്, പക്ക പടം. ആരായിരിക്കും കിടിലം? എക്സ്മെൻ ആണോ? കിടിലം അങ്ങനെയല്ല, ഒരാളിങ്ങനെ പോകും ഒരാളിങ്ങനെ പോകും. അടുത്ത പാർട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അടുത്ത പാർട്ട് കാണും, ലാസ്റ്റ് എന്തായാലും ഇതിന് അങ്ങനെ എൻഡിങ് ഇല്ലല്ലോ. പടത്തിനെ പറ്റി എന്ത് പറയുക, സ്പോയിലർ ആയി പോകും, അതുകൊണ്ട് കൂടുതൽ കാര്യമില്ലല്ലോ. തിയേറ്റർ ഒന്ന് കാണുക. ഈ പടം തിയേറ്റർ വാച്ചിങ് പടം അടിപൊളി പടം, സൂപ്പർ പടം. ഇത് ഇൻഫിനിറ്റി വാറും എൻഡ് ഗെയിമിന് ശേഷം വരുന്ന അടിപൊളി പടം. ഒരു മാർവലിന്റെ തിരിച്ചുവരവാണ് ഉറപ്പായിട്ടും 100%. ഒരു 3D ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D എഫക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? 3D എഫക്റ്റ് കുഴപ്പമില്ല, അതിലെ VFX കലിപ്പായിട്ടുണ്ട്. അടിപൊളി, ഇഷ്ടപ്പെട്ടു. സ്ഥിരം ഡെഡ്പൂൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോലെ തന്നെ ഒരു ഡാർക്ക് കോമഡി ഒക്കെ ഉള്ള ഒരു ആക്ഷൻ പടം. പിന്നെ ഒരു കോൾ ബാക്സ് ഉണ്ട്, ഒരുപാട് മാർവൽ മൂവീസ് പഴയ എക്സ്പെൻ സീരീസിലോട്ടൊക്കെ. അപ്പോൾ ആ ഒരു കോൾ ബാക്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമായിരുന്നു, ഒരു നൊസ്റ്റാൾജിക് ഫീൽ വരും. പിന്നെ ഹ്യൂ ജാക്ക്മാൻ്റെ ആ ഒരു വോൾവറിനായിട്ടുള്ള റിട്ടേൺ ഒക്കെ അടിപൊളിയായിരുന്നു. ഇവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി, ഒരു ബ്രൊമാൻസ് അടിപൊളിയായിരുന്നു. മൊത്തത്തിലൊരു മാർവൽ തിരിച്ചു വന്നെന്ന് പറയാം. ഒരു ഡൗൺഫോളിൽ നിന്ന് ഡെഡ്പൂൾ തിരിച്ചു കൊണ്ടുവന്നു. എന്തായാലും ഒരു അടിപൊളിയായിരിക്കും ഇനിയുള്ള ഫ്യൂച്ചർ. എന്തായാലും സീക്വൽ ഇനിയിപ്പോൾ ഡെഡ്പൂൾ ഇനിയിപ്പോൾ MCU ഉണ്ടാവും. അപ്പോൾ ഇനിയിപ്പോൾ അവഞ്ചേഴ്സിലൊക്കെ പ്രതീക്ഷിക്കാം. വോൾവറിൻ്റെ കാര്യം എനിക്കറിയില്ല, പക്ഷേ ഡെഡ്പൂൾ ഇനി ഫ്യൂച്ചർ ന്യൂസിലുണ്ടാവും. അപ്പോൾ ഓഫ് കോഴ്സ് ഭയങ്കര അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ ഡെഡ്പൂളിൻ്റെ ക്യാരക്ടറൊക്കെ വരുമ്പോൾ ഒരു സ്ഥിരം മാർവൽ മൂവീസ് എന്നുള്ള ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണല്ലോ, അത്രയും ഒരു ഡാർക്ക് കോമഡി ക്യാരക്ടറാണല്ലോ, അത് കുറച്ചുകൂടി രസമായിരിക്കും ഫ്യൂച്ചർ മൂവീസിൽ വരും. ബാക്കി രണ്ട് ഡെഡ്പൂൾ ഫിലിം വെച്ചിട്ട് ഇത് സ്റ്റോറി ലൈൻ വൈസ് വീക്കാണ്, പക്ഷേ ആക്ഷനും നല്ല മൂവ്സ് എല്ലാം ഉണ്ട്. ഹ്യൂ ജാക്ക്മാൻ പെർഫെക്ഷൻ ആയിരുന്നു. അതിനപ്പുറം വീക്ക് സ്റ്റോറി വെച്ച് നോക്കുവാണെങ്കിൽ ഇത്തിരി വീക്കാണ്. പക്ഷേ ഓവറോൾ ഈ 5-ലൊരു 3 സംതിങ് കൊടുക്കാൻ പറ്റത്തുള്ളൂ. 3D എഫക്ട്സ് സ്ക്രീൻ ആയതുകൊണ്ടാണ് ഇത്തിരി ഒരു കൊള്ളത്തില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അത്ര വലിയ എഫക്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അതല്ല പെർഫെക്ഷൻ, പക്ഷെ തിരഞ്ഞെടുത്ത സ്റ്റോറി മാത്രം അവർക്കൊന്ന് ഒരു വീക്കായെന്നാണ് ഒരു അഭിപ്രായം. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ളൊരു നല്ലൊരു മൂവിയാണ്. കുറെ കമ്മിയേഴ്സ് ഉണ്ട്, സ്പോയിലറാണോ ഒന്നും പറയുന്നില്ല, എല്ലാവരും മസ്റ്റ് വാച്ചിട്ട് കാണണം. ഹ്യൂ ജാക്ക്മാൻ്റെ വൻ തിരിച്ചറിവാണ്. വുൾവറിൻ്റെ ആ ഒരു സ്യൂട്ടിൽ കാണുക എന്ന് പറഞ്ഞത് ഒരു ഫാൻ മൊമെന്റ് ആണ്, മിസ്സാവല്ല. 3D കിടിലാണ്, 3D ആയിട്ട് കാണണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഐമാക്സ് പ്രിന്റഡ് മേക്കിംഗ് ആണ്, പക്ഷെ 3D കണ്ട് ഇവിടെ എരിസ്പെക്സിൽ നല്ലൊരു വ്യൂ ആണ്. എന്താണ് എടുത്തു പറയാൻ? ഡെഡ്പൂൾ അല്ലേ എന്നത്തെ പോലെ അടിപൊളി, സൂപ്പർ കോമ്പിനേഷൻ, സൂപ്പർ. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ സൂപ്പർ. ഉഗ്രം പടം, ഒരു രക്ഷയില്ല, അടിപൊളി പടം, ഫുൾ വസൂലാണ് പൈസ. പടം നല്ല രസമുണ്ടായിരുന്നു. ഹൈപ്പിനകത്തുണ്ടായിരുന്നു ആ പടം. കുഴപ്പമില്ല, എക്സ്പാൻഡ് എല്ലാ സിനിമ വന്നിട്ടുണ്ട്, ഏകദേശം എല്ലാവരും ക്യാമിയോ ഒക്കെ നല്ല പക്കയായിരുന്നു. വേറെ എടുത്ത് പറയാം, 3D എഫക്ട്സും കാര്യങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അല്ല, വിഷ്വൽ ക്വാളിറ്റി എല്ലാം പക്കയായിരുന്നു, VFX എല്ലാം പക്ക ഉണ്ടായിരുന്നത്. നല്ല പടം. എടുത്തു പറയാനായിട്ട് ഒരുപാട് ഡെഡ്പൂളിൻ്റെ ഇത് വരുന്നുണ്ട്, ഒരുപാട് ഡെഡ്പൂൾ വരുന്നുണ്ട്. പാർട്ടായിട്ട് പ്രതീക്ഷിക്കാം, പാർട്ടായിട്ടില്ല, ഇനി വേറെ എന്തെങ്കിലും ആയിട്ടേ വരുള്ളൂ. പോസ്റ്റ് ക്രെഡിറ്റ് സീൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ഈ സിനിമയുടെ തന്നെ ഒരു പോസ്റ്റ് ക്രെഡിറ്റ് സീനാണ്, വേറെ ഒന്നുമില്ല. വേറെ നമ്മളെ മറ്റേ വേറെ ഇതുമായിട്ടൊന്നുമില്ല. സ്റ്റോറിയൊക്കെ പുതുമുള്ള സ്റ്റോറി, പൊതുവെയുള്ള മാർവൽ ക്ലീഷയൊക്കെ മാറ്റിയിട്ടുണ്ട്. പ്രാവശ്യം ഒരു കംബാക്ക് തന്നെയാണ്.